പ്രകൃതിയിൽ നിന്ന് വരുന്ന എനർജി ബോ പോലെ വന്ന് നമ്മുടെ സഹസ്രാരത്തിൽ നിന്ന് ടച്ച് ചെയ്യും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം? ഈ ആലിൻ്റെ ഇല ഉണ്ടാവണം. ആ കൈവെള്ളയിൽ വയ്ക്കുമ്പോൾ അവിടെ ഒരു ബുദ്ധൻ്റെ ആത്മാവിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ വരും എന്ന് പറയുന്നത്. ബുദ്ധന് ബോധോദയം വന്ന മരം എന്നറിയപ്പെടുന്നത് ഈ ബോധിമരം. ഗൗതമ സിദ്ധാർത്ഥനെ അടുത്തെല്ലാം ബുദ്ധനാക്കിയത് ബോധിമരമാണ്. ഇത് ശരിക്കും ഇന്റേണൽ ഓർഗൻസിനെ ക്ലെൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രൊസീജിയറും കൂടെയാണ്. എന്തിനു വേണ്ടി എന്നുള്ളത് നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ പല ആസ്പെക്ട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെ, അതിൽ ചേട്ടൻ കൂടുതലും പറയുന്നത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ടാണ്. അതെ. അപ്പൊ ഈ ബുദ്ധിസത്തിൽ തന്നെ നിൽക്കുന്ന ബുദ്ധന്റെ ബോ ടെക്നിക്ക് അതെന്താണെന്ന് പറഞ്ഞുതരാമോ? തീർച്ചയായിട്ടും. ഈ അതിൽ പറയുന്നതിന് മുൻപായിട്ട് രാഹുൽ ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ബുദ്ധൻ്റെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് മാർക്കറ്റിൽ. പലരും പല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അവരവരുടെ ഒരു കോമ്പറ്റൻസീസ് അനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഈ ബുദ്ധമതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആത്മീയ ഗുരുവായിട്ട് വിശ്വസിക്കുന്ന ദലാലാമയാണ്, അല്ലേ? അപ്പോൾ അടുത്ത പുതിയൊരു ആള് വരുന്നു, ഒരു കുട്ടി ജനിക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. അതായത് പുതിയ പരമ്പര വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ചെയ്തു തീർക്കാൻ പറ്റാത്തത് പുതിയ പരമ്പര വരുന്നു. അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദലൈലാമ മരിക്കുന്നതിന് മുമ്പിട്ട് അടുത്ത എവിടെയാണ് ജനിക്കാൻ പോകുന്നവരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെ, കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹയർ സോളാണ്, ഭയങ്കര പീക്ക് സോളാണ്. അപ്പോൾ അത് ഓൾറെഡി ഡിസൈഡഡ് ആണ്. അദ്ദേഹം ചെയ്തു തീർക്കാൻ പറ്റാത്തത് വേറൊരാളെ കൊണ്ട്, അടുത്ത തലമുറ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ്. എന്നിട്ട് അത് അദ്ദേഹത്തിന്റെ തന്നെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് വേറെ കുറെ ടെക്നിക്കുകളും കാര്യങ്ങളുണ്ട്. അതെല്ലാം പാസ്സായെങ്കിൽ മാത്രമേ അടുത്തൊരു ദലൈലാമാകാൻ കഴിയൂ. അതൊരു രസമായിട്ടുള്ള കാര്യമാണ്. അതെ. ഈ ദലൈലാമയെ പോലെ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ചിയാങ് മൈ പ്ലേസിലെ ഒരു മോങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹമായിട്ടിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മറ്റേ നമ്മൾ ഈ അപ്പൂപ്പനും അമ്മൂമ്മയും ചോക്ലേറ്റ്സ് തരുന്ന പോലെ ചെറിയ ചെറിയ ടെക്നിക്സ് കിട്ടും. അതിലൊന്നാണ് ഈ ബോ ടെക്നിക്സ് എന്ന് പറയുന്നത്. ബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധൻ, അതായത് നമ്മുടെ ഗൗതമ സിദ്ധാർത്ഥൻ, അദ്ദേഹം ഈ നമ്മുടെ ആൽമരച്ചോട്ടിൽ അരയാലെന്നാണല്ലോ പറയുന്നത്, ഈ പറയുന്ന ആ മരത്തിൻ്റെ പേര്. ഈ അതിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വരെയും പറയുന്നത് എല്ലാ മതങ്ങളും, ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, ഈ എല്ലാ മതങ്ങളും ഈ പറയുന്ന മരത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ബുദ്ധന് ബോധോദയം വന്ന മരം എന്നറിയപ്പെടുന്നത് ഈ ബോധിമരം എന്ന് പറയുന്ന ആൽമരം തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ 3 പ്രതീകങ്ങളാണ് ഉള്ളത്. ഒന്ന് വിശ്വാസം, പിന്നെ പ്രതീകം, 3 വരുന്നത് ഐഡന്റിറ്റി. ഈ വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധൻ ബോധോദയം വന്നത് ആൽമര ചുവട്ടിലാണ് എന്നുള്ള വിശ്വാസം. ഇപ്പോഴും ആ പറയുന്ന ഒരു മരമില്ല, പക്ഷേ ബോധികയിലെ ആ മഹാനദിയുടെ പുറകിലുള്ള ക്ഷേത്രത്തിൽ ആ മരമുണ്ട്. അതിൻ്റെ സിംബോളിക്കായിട്ട് ആൾക്കാർ ഇപ്പോഴും അത് വിശ്വസിച്ച് പോരുന്നു എന്നുള്ളതാണ്. ഈ പ്രതീകം എന്ന് പറയുന്നതിനകത്ത് ഒരു ആത്മീയ ഉണർവിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുപോലെ ഈ പറയുന്ന ഐഡന്റിറ്റി, അതായത് ഈ ആൽമരത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഹൃദയത്തിന്റെ രീതിയിലുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് ആ ഇലകൾക്കൊക്കെ വരുന്നത്. അപ്പോൾ ഈ ബോട്ട് ടെക്നിക്ക് തുടങ്ങുന്ന സമയത്ത് നമ്മളിവിടെ നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുറേ ആൾക്കാർ ആൽമര ചൂട്ടി പോയി ഇങ്ങനെ വട്ടം വയ്ക്കുന്ന കാണാൻ പറ്റും. കുറേ പേര് നെഗ്ലക്റ്റ് ചെയ്യും, പോവില്ല. അതൊരു വിശ്വാസമാണ്. പക്ഷേ ആൽമര ചുവട്ടിൽ പോയി ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഓസോൺ പാളികളിൽ നിന്ന് വരുന്ന ഈ കോസ്മിക് എനർജി ഏറ്റവും കൂടുതൽ ഫിൽട്ടർ ചെയ്ത് വരുന്നതും ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഉണർവ് തരുന്നതുമായിട്ടുള്ള പ്ലേസാണ് ഈ ആലിൻ്റെ ചുവടെന്ന് പറയുന്നത്. പ്യുവർ ഓക്സിജൻ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടുമെന്നൊക്കെയാണല്ലോ പറയാം, സയൻറ്റിഫിക്കലി പറയാം. വിശ്വാസത്തിൽ പറയുമ്പോഴേ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു വൃക്ഷം, അല്ലെങ്കിൽ നമ്മളവിടെ എല്ലാ ദേവസ്വരൂപനെ അവിടെ നമ്മൾ കാണുന്നു എന്ന് പറയും. അത് ഓരോ ആൾക്കാർ ഓരോ സങ്കല്പത്തിൽ പോകും. പക്ഷേ ഒരിലയെങ്കിലും നമ്മൾ എടുത്ത് കീപ്പ് ചെയ്യണേ ഭയങ്കരമായ ഒരു സക്സസ് റേറ്റ് കിട്ടുമെന്ന് പറയും. അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോ ടെക്നിക്കിനകത്ത് നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയങ്ങളിൽ വേറെ ഏത് മതവിശ്വാസവരായിക്കോട്ടെ, ബുദ്ധനെ വിശ്വസിക്കുക അല്ലെങ്കിൽ അവരവരെ മതത്തിനെ വിശ്വസിക്കുക, എന്തോ ആയിക്കോട്ടെ, നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയിരുന്നതിന് ശേഷം പൂർണ്ണമായിട്ടും എനർജി സഹസ്രാരത്തിലേക്ക് ബോ രീതിയിൽ വരുന്ന രീതിയിലാണ്. അതായത് ബോ എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്, നമ്മുടെ അസ്ത്രം ഇരിക്കുന്നത് പോലെ. ആ ഷേപ്പിനെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യണം. വിഷ്വലൈസ് ചെയ്തതിന് ശേഷം പ്യുവർ ഗോൾഡൻ കളർ എനർജി, വേറെ ഒരു കളറും ആയിരിക്കില്ല. മിക്ക ആൾക്കാർക്കും പർപ്പിൾ വരും, ബ്ലൂ വരും, വൈറ്റ് വരും, പല കളേഴ്സ് ആയിരിക്കും വരിക. അവരുടെ ഒരു ഇന്നർ സ്ട്രെങ്തും അവർ മെഡിറ്റേറ്റ് ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസും വെച്ച് അതായിരിക്കും വരിക. പക്ഷെ പ്യുവർ ഗോൾഡൻ കളർ, ആദ്യം ഗോൾഡൻ കളർ കിട്ടുന്നത് വരെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യണം. ചിലപ്പം ഫസ്റ്റ് ഡേ കിട്ടാം, ചിലപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞായിരിക്കും കിട്ടുക. എത്ര ദിവസമാണോ നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത്
ആ ഒരു ഗോൾഡൻ കളറ് നമ്മുടെ കോസ്മിക്കിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് ആ ഗോൾഡൻ കളർ നമുക്ക് നമ്മുടെ സഹസ്രാരത്തിലേക്ക് കിട്ടുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നാണോ ആ ഗോൾഡൻ കളർ കാണാൻ പറ്റുക, അന്ന് ഈ പറയുന്ന ഗോൾഡൻ കളർ എങ്ങനെയാണ് നമുക്ക് ഈ പ്രകൃതി നമ്മുടെ തലയിലേക്ക് വരിക? ഏറ്റവും കൂടുതൽ എനർജി നമുക്ക് പെട്ടെന്ന് സ്വാംശീകരിക്കുന്നത് നമ്മുടെ സഹസ്രാരത്തിലാണ്. ഈ സഹസ്രാരത്തിലേക്ക് എനർജി വരുന്നത് ബോ രീതിയിലായിരിക്കണം എന്നൊരു സങ്കല്പമുണ്ട്. അതായത് ഈ അസ്ത്രത്തിൻ്റെ രൂപേണ ആ രീതിയിൽ ആ എനർജി നമ്മുടെ തലയിലേക്ക് വന്ന് ബോ രീതിയിൽ വന്ന് ടച്ച് ചെയ്യുന്നതായിട്ടും, അതിൽ നിന്നും ആ സമയത്ത് നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം? ഈ ആലിൻ്റെ ഇല ഉണ്ടാവണം, ഈ പറയുന്ന ബോധി മരത്തിൻ്റെ ഇല. എല്ലാവർക്കും കിട്ടാൻ പ്രാക്ടിക്കൽ അല്ല, ഇന്നിവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ കിട്ടും. നമ്മൾ അറ്റ്ലീസ്റ്റ് എടുത്ത് വീട്ടിൽ വെച്ചിട്ട് ജപിക്കുന്ന സമയത്ത് നമ്മുടെ കൈവെള്ളയിൽ ഉണ്ടാവണം എന്ന് പറയുന്നത്. ആ കൈവെള്ളയിൽ വെക്കുമ്പോൾ അവിടെ ഒരു ബുദ്ധൻ്റെ ആത്മാവിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ വരും എന്ന് പറയുന്നത്. ബുദ്ധനാക്കിയത് അല്ലേ, ഗൗതമ സിദ്ധാർത്ഥനെ അടുത്തല്ല ബുദ്ധനാക്കിയത് ബോധിമരമാണ്. അപ്പോൾ ഒരു ആത്മാവിൻ്റെ പ്രതീകം അവിടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കഴിയുമെങ്കിൽ സങ്കല്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് കയ്യിൽ വെക്കുക. എന്നിട്ട് ഈ പറയുന്ന വിഷ്വൽ രീതിയിൽ അസ്ത്രം നമ്മുടെ തലയിൽ വരുന്നത് പോലെ, പലരും പറയുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നവർ പറയുന്നതാണ്. അപ്പം എനിക്കും ആദ്യ സമയങ്ങളിലൊക്കെ ഒന്നും തോന്നിയിട്ടില്ല, കുറേ ദിവസം എടുത്തു. പിന്നെ നമുക്ക് പെട്ടെന്നൊരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മളിങ്ങനെ ഞെട്ടും. അപ്പോൾ വിചാരിക്കുമോ വൈബ്രേഷൻ, നോർമലി സഹസ്രാരത്തിൽ വൈബ്രേഷൻ വരുമ്പോൾ പലരും എന്നെ വിളിക്കാറുണ്ട്, ഭയങ്കര പ്രശ്നമാണ്. ഇന്നലെ ഒരാൾ വിളിച്ചു, ഭയങ്കര പ്രശ്നമാണ്, ഇവിടെ ഇങ്ങനെ ഒരു ഭയങ്കര വൈറ്റ് എനർജി ഫോക്കസ് ചെയ്യുന്നതായിട്ടും ടച്ച് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും ഓരോ എക്സ്പീരിയൻസിൽ വിളിക്കും. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് നമ്മുടെ ഈ അസ്ത്രം വന്ന് നമ്മുടെ ദേഹത്ത് കൊള്ളില്ലേ, അതായത് ഒരു നീഡിൽ, ഒരു സൂചി നമ്മുടെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പെയിൻ ഉണ്ടാവില്ലേ, അതുപോലെയാണ് ഇവിടെ എനർജി വരുന്നത് അറിയാൻ പറ്റുക. ആ പ്രകൃതിയിൽ നിന്ന് വരുന്ന എനർജി ബോ പോലെ വന്ന് നമ്മുടെ സഹസ്രാരത്തിലൊന്ന് ടച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒന്ന് ഞെട്ടും, ഒരു ചെറിയൊരു ബോഡിയിലൊരു വൈബ്രേഷൻ ഉണ്ടാവും. ഈ എനർജിയെ അതേ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ ഇവിടെ കൊണ്ടുവരിക, തേർഡ് ഐയിലേക്ക് കൊണ്ടുവരിക, ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുവരിക. ആജ്ഞാചക്രത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇത് ഇങ്ങനെയാണല്ലോ വരുന്നത്. പ്രകൃതിയിൽ നിന്ന് വന്ന് തലയിൽ സഹസ്രാരത്തിൽ വരുന്നു, അവിടെ നിന്ന് നേരെ ഇവിടെ വരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരോ ഇരിക്കുന്നത് താഴേക്കാണ് ഇരിക്കുന്നത്, ബോ ഇരിക്കുന്നത് അല്ലെ. ആ ബോ നേരെ അവിടുന്ന് ഖണ്ഡനാളത്തിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഓരോ പ്ലേസിലേക്കും ഈ പറയുന്ന ബോയെ കൊണ്ടുവരുന്ന സമയത്ത് ആ ഗോൾഡൻ എനർജീസ് കാണുക. ഇത് ശരിക്കും ഇന്റേണൽ ഓർഗൻസിനെ ക്ലെൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രൊസീജിയറും കൂടെയാണ്. അത് സയന്റിഫിക്കലി അതോടെ നിന്നോട്ടെ, ഈ പറയുന്ന ഹിപ്നോസിസത്തിലും മെസ്മറിസത്തിലും പല എക്സ്പേർട്ടും അവരുടെ ടൂൾ ഉപയോഗിക്കുന്നതിന് പുറമെ ഈ ടൂൾ ഉപയോഗിക്കാറുണ്ട്. കാരണം ഇന്റേണൽ ഓർഗൻസിനെ ക്ലെൻസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് പല എനർജി വേരിയൻസ് ആണ് അവിടെ ഉണ്ടാകുക. ചില ആൾക്കാർക്ക് എല്ലാ എനർജിയും കിട്ടണമെന്നില്ല, എല്ലാ കളേഴ്സും കിട്ടണമെന്നില്ല. ഇപ്പോൾ കളേഴ്സ് തെറാപ്പി എടുക്കുന്ന ഒരാളാണെങ്കിൽ, എക്സ്പേർട്ട് ആണെങ്കിൽ ഈസി ആയിട്ട് ഈ മെക്കാനിസം ഉപയോഗിക്കാൻ പറ്റും. അവർക്ക് എല്ലാ എനർജിയും എല്ലാ കളേഴ്സും ഹാൻഡിൽ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നേരെ ബോ ഇവിടെ വരുന്നു, ആ ബോ അതുപോലെ തന്നെ ഖണ്ഡനാളത്തിൽ വരുന്നു, ത്രോട്ട് ചക്രയിലേക്ക് വരുന്നു. അവിടെ വന്ന് ആ എനർജി, ഒരു ഗോൾഡൻ എനർജി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിൽ കാണുന്നു. അപ്പോൾ കഴുത്തിൽ വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി എക്സ്പാൻഡ് ആവും. പൂർണ്ണമായിട്ട് നമ്മളിങ്ങനെ ഒരു ഗോൾഡൻ എനർജി നാവിഗേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് സഹസ്രാരത്തിലും ഈ ആജ്ഞാചക്രത്തിലും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ല. ഓൾറെഡി അവിടെ ഒരു സംഭവം, ഏതൊരു മനുഷ്യനും ഒരു സംഭവം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സപ്പോർട്ട് ഇട്ട് കൊടുത്താൽ മതി, ആ വണ്ടി പൊക്കിയോളും. ചെറിയൊരു പുഷ് മാത്രം മതി, അതങ്ങ് ഓടിപ്പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ പുഷ് നമ്മൾ കൊടുക്കണം, നമ്മൾ ഇമാജിൻ ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രസൻസ് കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ വീണ്ടും ആ എനർജി നേരെ നമ്മുടെ നെഞ്ചിലേക്ക് വരും. അപ്പോൾ ഈ നമ്മുടെ ഷഡാധാര ചക്രങ്ങളെ പൂർണ്ണമായിട്ടും ഈ ബോ എനർജി പ്രോപ്പറായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ഈ മണിപൂരക ചക്രത്തിൽ വന്നിട്ട് വയറിൻ്റെ മേളിലത്തെ പോർഷൻസിൽ വന്നിട്ട് നേരെ വീണ്ടും അത് ഗോളം പോലെ പ്രകൃതിയിലേക്ക് പോകും. ഈ പ്രകൃതിയിലേക്ക് പോയി എഗെയിൻ വീണ്ടും വരും. അങ്ങനെ ഇത് 11 ടൈംസ് ആണ്. 11 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ബോട്ട് ടെക്നിക്കിൻ്റെ പൂർണ്ണതയിലെത്തുക. മിക്ക ആൾക്കാർക്കും 11 പ്രാവശ്യം ചെയ്യാൻ പറ്റണമെന്നില്ല. മിക്ക ആൾക്കാരും ചെയ്യുന്നത് ഒരു 4 or 5 പ്രാവശ്യം ചെയ്യാൻ പറ്റും. ഒരു എക്സ്പേർട്ട് ആണെങ്കിൽ 11 പ്രാവശ്യം ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഈ ശിവോഹത്തിൻ്റെ പ്രാക്ടീസ് നമ്മൾ ഓരോ ആൾക്കാർക്കും കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. 5:21, 5:21, 5:41, 5:1, ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോന്നാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും ഇത് ഈസി അല്ലേ, ഞാൻ 41 ചെയ്യാമെന്ന് പറയും. 3 പ്രാവശ്യം ചെയ്യുമ്പോൾ ആൾ വീഴും. അടുത്ത ദിവസം വിളിച്ചു പറയും എൻ്റെ ദേഹം
മൊത്തം മരവിപ്പാരെന്ന് പറയും. അപ്പൊ അതുപോലെയാണ് അത് ഓരോ ആൾക്കാരുടെ എനർജി ഭൗതിക തലം വെച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഈ 11 എന്ന് പറയുന്ന ഫിഗർ നോർമലി ഒരു അത്യാവശ്യം എനർജി ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റും. അത് ഒട്ടും അവർക്ക് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് മാറ്റി നമുക്ക് 21 ആക്കിയിട്ടോ അല്ലെങ്കിൽ 38 ആക്കിയിട്ടോ അല്ലെങ്കിൽ 41 ആക്കിയിട്ടോ കൊടുക്കാൻ പറ്റും. 41 മേലിൽ അത്യാവശ്യം പോകേണ്ടി വരില്ല. ഇതാണ് ബുദ്ധൻ്റെ ബോ ടെക്നിക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇവരുടെ ഈ ഇന്റേണൽ ഓർഗൻസിനെ ഷഡാധാര ചക്രങ്ങളെ ക്ലെൻസ് ചെയ്യുന്നത് പോലെ തന്നെ ഇവരുടെ കയ്യിലിരിക്കുന്ന ആ ബുദ്ധൻ്റെ ഇലയുണ്ടല്ലോ, നമ്മുടെ ഈ ബോധിമരത്തിൻ്റെ ഇല, ആൽമരത്തിൻ്റെ ഇല ഹീറ്റാവും. എല്ലാം ഇത്രയും എനർജി നമ്മുടെ കൈയുടെ പത്തിയുടെ അകത്ത് നടുക്കത്തെ പോർഷൻസിൽ ഒരു എനർജി ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ചൂടാവും. അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെന്താണ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ചൂടാവില്ല, പ്യുവർലി ഒരു ബോഡി ഭയങ്കരമായിട്ട് തണുത്ത അവസ്ഥയിലേക്ക് വരും. രണ്ട് വ്യത്യാസം, ഒന്ന് തണുത്ത അവസ്ഥയിൽ വരും, ഒന്ന് ചൂടിലേക്ക് വരും. പക്ഷെ മിക്കവാറും പേർക്ക് കയ്യിൽ ചൂടാവും. അപ്പോൾ ഈ ഇല ചൂടാവും. അവർക്ക് സങ്കല്പം ഇടാം, മാറ്റിവെക്കാം, വീണ്ടും ചെയ്യാം. ഇതൊരു 21 ഡേയ്സ് ഡെയിലി 11 ടൈംസ് വെച്ച് 21 ഡേയ്സ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. അത് എന്തിനു വേണ്ടിയെന്നുള്ളതല്ല, എന്തിനു വേണ്ടിയെന്നുള്ളത് നിങ്ങളുടെയൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു ഡെഫിനറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ചെയ്തു നോക്കൂ, അറിയാൻ പറ്റും.